ആ ഞാൻ ഹെമിയാണേ. ആ നാട്ടിൽ വന്നോ? ആ വന്നായിരുന്നു. സേറേനെ ഒന്ന് മലയാളം പഠിപ്പിക്കണമായിരുന്നു. ആ വിട്ടേക്ക് ചേച്ചി. ഒരു 5:30 ആകുമ്പോ ഞാൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ വിട്ടേര്. ആ എന്നാ ഓക്കെ. ഇതെന്നാടാ 4:30 പോന്നേ? 5:30 ട്യൂഷൻ? TV കാണാൻ വേണ്ടി വന്നാലേ? മീൻകറി ഒന്നും കിട്ടിയില്ലാമേ. ആഹാ, ദിവസവും മീൻകറി വെക്കാൻ എന്നാ നീ എന്നെ എഴുകുന്നപ്പാറയുടെ മോളാണോ? ഓ, എന്റെ ട്യൂഷന്റെ ഫീസ് വരട്ടെ, ഞങ്ങൾക്ക് ബിരിയാണി മേടിച്ചില്ല. ആ എന്നാ മോള് ബിരിയാണി തിന്നതുവാ. ശ്രദ്ധിക്കാതിരുന്നോ, ഞാൻ വരുവാ. ചേച്ചിയുടെ കല്യാണം ആയില്ലേ? ആ നിനക്കെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ. ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്, ഒന്നും സെറ്റ് ആവുന്നില്ല. എന്നാടാ അങ്ങനെ ചോദിക്കാൻ കാര്യം? ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ ട്യൂഷൻ വരണ്ടല്ലോ. അയ്യടാ അവന്റെ ഒരു തമാശ. നീ 5ന്റെ ടേബിൾ പറഞ്ഞേടാ. പെട്ടെന്ന് എഴുതിക്കുക, എന്നെ പെട്ടെന്ന് തന്നെ കാണിക്കണം. ആഹാ, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇഷ്ടമാണ്. ഏഞ്ചലേ, ഇപ്പോഴാണോ ട്യൂഷന് വരുന്നേ? ഇങ്ങനെ ആരാ മുടി കെട്ടി തന്നേ? അമ്മ. ആഹാ, സുന്ദരി ആയിട്ടുണ്ടല്ലോ. എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആഹാ, എന്നിട്ട് മിഠായി എന്തിയേ? കൊണ്ടുവന്നില്ല. അയ്യോ, എന്നാ ഏഞ്ചലിന് വേണ്ടിട്ട് നെക്സ്റ്റ് നമുക്ക് എച്ച് എഴുതാം. നോക്കിയേ, ഇങ്ങ് നോക്കിയേ. ഇങ്ങനെ വരയിട്ട് ഇങ്ങനെ വരയിട്ട് ഇങ്ങനെ എച്ച്. ദേ ഈ ഫുൾ എച്ച് ഇങ്ങനെ എഴുതിക്കോട്ടോ, എഴുതിക്കോ. ചേച്ചി വെള്ളം കുടിക്കാൻ പോട്ടെ. ഇത് എത്രാമത്തെ വെള്ളം കൂടിയാടാ? പോയിട്ട് വന്നോ. ചേച്ചി ബാത്റൂമിൽ പോട്ടെ. വീട്ടിൽ നിന്ന് ഇതൊന്നും കഴിഞ്ഞല്ലേ വന്നത്? ഓ ചെല്. ഇനി ഇവിടെ ആർക്കൊക്കെ എന്തൊക്കെയാ വേണ്ടത്? ചേച്ചി ബിസ്ക്കറ്റ് ഉണ്ടോ? ആഹാ, ഞാൻ എന്നാ ഇവിടെ ഒരു ബേക്കറിയും കൂടെ തുടങ്ങാം നിങ്ങൾക്ക് വേണ്ടിട്ട്. എന്നാ ബിസ്ക്കറ്റ് എനിക്ക് വേണോടാ? എല്ലാരും ബിസ്ക്കറ്റ് ഒക്കെ തിന്നിട്ട് മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുക കേട്ടോ. നമസ്കാരം ദീദി. ആ ഇത് സേറ, മുംബൈയിലാ താമസിക്കുന്നേ. ഇവിടെ ഇനി മലയാളം ഒക്കെ പഠിക്കാൻ വേണ്ടി വന്ന അവധിക്ക് കേട്ടോ. तुम्हारा नाम क्या है? സേറ കാതറിൻ ഹേ. ഹലോ, നമ്മളുടെ സ്കിന്നിലെ ഡൾനെസ് എല്ലാം മാറ്റുകയും കറുത്ത പാടുകളെല്ലാം മാറ്റി നല്ല സ്കിന്ന് നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മാമാ എർത്തിന്റെ ബീറ്റ്റൂട്ട് ഹൈഡ്രാ ഫുൾ സിറം. 92% ഒരു ഇൻസ്റ്റന്റ് ഹൈഡ്രേഷൻ ആണ് നമ്മുടെ സ്കിന്നിന് നൽകുന്നത്. സിറം വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ സ്റ്റിക്കി ഫോർമുലയാണ്, സ്നെയിൽ മ്യൂസിന്റെ ഒരു ടെസ്റ്റർ ആണ് ഇതിന് വരുന്നത്. ബീട്രൂട്ട് കണ്ടന്റ് നമുക്ക് നാച്ചുറൽ പിങ്ക് ഗ്ലോ തരികയും ഹൈഡ്രോളിക് ആസിഡ് നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇതിനോടൊപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ് മാമാ എർത്തിന്റെ ബീട്രൂട്ട് ഹൈഡ്രാ ഫുൾ സൺസ്ക്രീൻ. ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ സ്റ്റിക്കി ഫോർമുലയാണ്. ബീട്രൂട്ട് ഒരു നാച്ചുറൽ പിങ്ക് ഗ്ലോയും ഹൈഡ്രോളിക് ആസിഡ് ഒരു ഹൈഡ്രേറ്റ് ചെയ്യുവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഈ രണ്ട് പ്രൊഡക്റ്റ് നമ്മുടെ സ്കിൻ റൊട്ടീന്റെ ഭാഗമായി കഴിയുമ്പോൾ നമ്മുടെ മുഖത്തുള്ള ചൊടുകളും പാടുകളും ഇല്ലാതാവുകയും സ്കിന്ന് വളരെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പ് വഴി ഓർഡർ ചെയ്യാം. വെബ്സൈറ്റ് വഴിയാണെങ്കിൽ അതിൽ എക്സ്ട്രാ സെയിലും എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും. ഇനി ആപ്പ് വഴിയാണെന്നുണ്ടെങ്കിൽ iOS-ലും ആൻഡ്രോയിഡ് ഫോണിലും അവൈലബിൾ ആണ്. ഇനി എന്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫറും. മാമാ എർത്തിന്റെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഉപയോഗിക്കുകയും അതിന്റെ ഫീഡ്ബാക്ക് അവരെ അറിയിക്കുന്നത് വഴിയും ഒനിയൻ ഷാമ്പൂവിന്റെ പ്രൊഡക്ഷൻ മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. മികച്ച ഗുണനിലവാരത്തിനായി ഗവേഷണത്തിലൂടെയും നവീകരണത്തിലൂടെയും അവർ എപ്പോഴും അവരുടെ ഉൽപ്പന്നങ്ങൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. ബൈ. ചേച്ചി കോഴിയാണെങ്കിൽ പോകുന്നു. എന്നിട്ട് നീ നോക്കിയിരിക്കണോ? പോയി പിന്നീടാ കോഴീനെ. ഇരിക്കേ, എന്തേലും കേട്ടാ അതിന്റെ പുറകെ അങ്ങ് ഓടിക്കോളും. മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചേ. दीदी कौन सा टेक्स्ट बुक लेना है?
നമ്മളിവിടെ മലയാളം പഠിക്കാനല്ലേ വന്നത്. ഈ ചോദ്യം ഒന്ന് മലയാളത്തിൽ ചോദിച്ചേ. ടീച്ചറെ ഏത് ബുക്കാണ് എടുക്കണ്ടേ? 2 ലൈൻ എടുത്തോ, 2 ലൈൻ. ഖായ് ഖായ് കങ്ങ. നിങ്ങളെല്ലാം ഇവിടെ മലയാളമാണോ പഠിക്കണേ? ഓരോരുത്തർ അവരുടെ പഠിച്ചേ. മോളെ എഴുതേ. ചേച്ചി എനിക്ക് പട്ടിക പഠിക്കണ്ട. പഠിക്കണ്ട, നിനക്ക് എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ടേ ഞാൻ ഒരു കാര്യം ചെയ്യാം. എന്നാ ഇതരിഞ്ഞോ. ചേച്ചി ഞാൻ അറിയാം. മോൾ അവിടെ ഇരുന്നോ. പഠിച്ചില്ലേലേ ഇതുപോലെ അടുക്കളപ്പണി ചെയ്യേണ്ടി വരും. ചെയ്യണോ? എന്നായിരുന്നു പഠിക്ക്. ചേച്ചി ആ കഴിച്ചായിരുന്നോ? ആ കേറിയിരിക്കും. ഞാൻ ദേ ഇപ്പൊ പണി കഴിഞ്ഞ് ഇപ്പൊ ഇരുന്നേ ഉള്ളൂ. കുറച്ചും കൂടെ ഉള്ളു. ബാ കേറിയിരിക്കും. അപ്പുറത്ത് ട്യൂഷന്റെ ബഹളമായിരിക്കും അല്ലേ? ഇപ്പൊ വെക്കേഷൻ തീരാറായില്ലേ, ഇനിയിപ്പൊ തിരക്കാ, ബഹളവാ ഇനി മൊത്തം. മോള് കൊള്ളാം കേട്ടോ ചേച്ചി. പിള്ളേരെല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ചായിരിക്കും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എല്ലാരും ഇങ്ങനെ വിളിക്കുക, സുഭാഷേ സുഭാഷേ സുഭാഷേന്ന്. അങ്ങനെ ഒരാള് മാത്രം വിളിച്ചപ്പോ എന്നൊരൊച്ച കേട്ടു. ആ ചേച്ചി എന്നതാ അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നത്? ആണ്ട് അവൾ അവിടെ കിടന്ന് ഉറങ്ങുക. പിള്ളേരൊക്കെ എന്തിയാടി? ഓടിക്കോ. ഇതുവരെ കഴിഞ്ഞതെല്ലാം നമുക്ക് പരസ്പരം മറക്കാം. മക്കളെ, ഇനി സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. ഇനി എന്നും രാവിലെ എഴുന്നേക്കണം, പല്ല് തേക്കണം, ബാത്റൂമിൽ പോകണം, കുളിക്കണം, കഴിക്കണം, പിന്നെ പഠിക്കണം. അപ്പോൾ ഉണ്ടല്ലോ ആ ഫുൾ ഡേ മൊത്തം നല്ല ഫ്രഷ് ആയിരിക്കും. അതെന്തായാലും നന്നായി ചേച്ചി. ഞാൻ എന്തായാലും ചോദിക്കാനിരിക്കുമായിരുന്നു പിള്ളേരെ രാവിലെ ട്യൂഷന് വിടട്ടെ എന്ന്. മോള് തന്നെ പിള്ളേരോട് പറഞ്ഞ സ്ഥിതിക്ക് രാവിലെ തന്നെ ട്യൂഷന് വിടാം അല്ലേ? എൻ്റെ പൊന്നാൻസി, അവള് രാവിലെ എഴുന്നേൽക്കുന്ന 8 മണിക്ക് എൻ്റെ ചീത്തവിളി കേട്ടിട്ട്. ഇത് ചുമ്മാ പിള്ളേർക്കൊരു പ്രോത്സാഹനത്തിന് വേണ്ടി അവൾ പറഞ്ഞതേ ഉള്ളൂ. അവളെ എനിക്കറിയത്തില്ലേ. Subscribe മൈ